രജനീകാന്തിൻ്റെ യൂഷ്വൽ പടം പോലെ തന്നെ എന്ന് വെച്ചാൽ മാസമായിട്ടൊന്നുമില്ല, എന്നാലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു എന്തുവാ സിമ്പതി അല്ലെങ്കിൽ ലവ് ആ പാത്തെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഒരു തീമുണ്ട്, മീൻസ് നമ്മുടെ ഒരു ഇപ്പോൾ ഈ മതങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊണ്ട് പോകണം എന്നുള്ളൊരു സംഭവത്തിന് നല്ലൊരു തീം നല്ലൊരു കോൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, തിരക്കില്ലാത്തൊരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ രജനീകാന്തിൻ്റെ ഒരു മാസമൊന്നും പ്രതീക്ഷ വരണ്ട, അമ്മ ഒരു മാസ പടമൊന്നുമല്ല, തീമുണ്ട്. സ്ക്രീൻ പ്ലേക്കാളും കൂടുതൽ പറയാനുള്ള ഒരു തീമുണ്ട് അതിനകത്തോട്ട്. ഒരു നല്ല വൺ ടൈം വാച്ചബിൾ മൂവി അത്രയാണ്. ഓഡിയോ ലോഞ്ച് ചെയ്യുന്ന സംവിധായകർ പറഞ്ഞായിരുന്നു രജനീകാന്ത് സംഖ്യയല്ല, ഒരു സംഖ്യയ്ക്ക് ഈ പടം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഡെപ്തുള്ള ഒരു കഥയാണോ? അത് ഞാൻ പറഞ്ഞത്, മതപരമായിട്ട് പോകുമ്പോഴത്തേനും അത് ഭിന്നിച്ച് പോകാണ്ട് ഒരുമിച്ച് പോകാൻ പറഞ്ഞില്ലേ, ആ ഒരു രീതിക്ക് ഒരു നല്ലൊരു ഡെപ്ത് മാത്രമല്ല നല്ലൊരു തീം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കെന്ന് വെച്ചാൽ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരത്തില്ല. അവർ പറയുന്ന തീം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെന്ത് റീസൺ എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. കാരണം ലോജിക്കലി നമ്മൾ അതിനോട് യോജിച്ച് പോകും. വേറെ ഒരു മതത്തിനെ അവർ പ്രത്യേകിച്ച് പെർട്ടിക്കുലറായിട്ട് മാറ്റി പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന സ്മൂത്തായിട്ട് പോയിട്ടുണ്ട്. വലിയ ആണിയടിച്ച് പറയാനുള്ള രീതിയിലൊന്നും അവർ പറഞ്ഞിട്ടില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ സ്മൂത്തും പിന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതുമാണ്. ആരെയും പ്രൊവോക്ക് ചെയ്ത് പറഞ്ഞിട്ടില്ല അതിനകത്തോട്ട് ആ രീതിക്കുള്ളത്. ലാൽസലാം നല്ല സിനിമയാണ്. പക്ഷേ ഇതിൽ മറ്റ് രണ്ട് പിള്ളേരുണ്ട്, അവരെ പേരെനിക്കറിയത്തിൽ രണ്ട് പുതിയ നടന്മാരാണ് മലയാളത്തിൽ തമിഴിലുള്ളത്. അവർ രണ്ടുപേരും നല്ല അഭിനയമാണ്. പിന്നെ രജനീകാന്ത് സിനിമ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു സ്റ്റൈല് അല്ലെങ്കിൽ രണ്ടടി ഒരു പാട്ട് ഇതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ വെറൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. കാരണം അയാൾ ഒരു വയസ്സായ റോളാണെങ്കിലും നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. പക്ഷേ ഇതിൽ രജനീൻ്റെ മോളെടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് റൊമാൻ്റെ മ്യൂസിക് നല്ല ഇതാണ്, കാണാനേ നല്ല ലുക്ക് സിനിമ. അതാണ്, അതായത് ഹിന്ദു മുസ്ലിമും ഉള്ള സിനിമകളാണ്. അത് രണ്ടുപേരും ഒരേ ജാതി മതമായിട്ട് പോകാനുള്ള ഇതാണ്. അതായത് ജാതിയില്ല മതമില്ല, ഒരു ദൈവം നമ്മൾ കാണുന്നത് നമ്മളെ മനുഷ്യരാണ് ദൈവങ്ങളെ ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് ദൈവം ഒന്നേ ഉള്ളൂ, അങ്ങനെയുള്ള സിനിമയാണ് ഇത്. മുസ്ലിം ഹിന്ദുവിൻ്റെ സിനിമയാണ്, പക്ഷേ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് മതമായിട്ടൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല, നല്ല സിനിമയാണ്. മതത്തിൻ്റെ ഇതായിട്ടുണ്ടെങ്കിലും ഒരു ദൈവം എന്നുള്ള ഇത് രജനീകാന്ത് പറഞ്ഞിട്ടുണ്ട്. അതാരും നമുക്കറിയത്തില്ല, മനുഷ്യനാണ് മതങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ സൂപ്പർ സിനിമയാണ്. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ. അത്രയോ കുറച്ച് ലാഗൊക്കെ ഉണ്ട്, പിന്നെ മെസ്സേജൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കണ്ടുകൊണ്ടിരിക്കുക. അല്ലാതെ മൂവിയിൽ എടുത്തു പറയാനൊക്കെ ഒന്നുമില്ല, ആ മെസ്സേജാണ്. ഒരു തമിഴ് രാഷ്ട്രീയമാണോ പറയുന്നത്? ആ അത് തന്നെ, ഈ മതപരമായിട്ടുള്ള രാഷ്ട്രീയം അതിനെക്കുറിച്ചാണ് പറയണത് മൂവി. വിഷ്ണു വിശാലും വിക്രാന്തൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അഭിനയം കൊള്ളായിരുന്നു. വിഷ്ണു വിശാൽ പെർഫോമൻസ് വൈസ് സൂപ്പറായിരുന്നു. ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് രജനി വരുമ്പോൾ രജനി പടമായിരുന്നു. ആ മാസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വേറെ സിനിമകളിലെ വെച്ച് നോക്കുമ്പം അത്രയ്ക്കൊന്നും വന്നിട്ടില്ല. ഇതൊരു രാഷ്ട്രീയം പറയുന്ന സിനിമയായതുകൊണ്ട് അത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ തന്നെ ഈ ഇന്ത്യക്കാരാണെന്ന് അറിയിക്കുന്ന പടം, മുസൽമാനും ഹിന്ദു എല്ലാം ഒന്നാന്നുള്ള രീതി തന്നെ. അല്ല, രജനീകാന്തിന് ഇത്രയും നാളത്തെ ഏറ്റവും അടിപൊളി പടം. രാഷ്ട്രീയമല്ല, പടം കണ്ടിരിക്കേണ്ട പടം തന്നെ. നല്ലൊരു സിനിമയുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് കാണിക്കാൻ പറ്റിയ, കാരണം നമ്മുടെ സൊസൈറ്റിക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജാണ്. രാഷ്ട്രീയം തന്നെയാണോ പറയുന്നത്? ആണാണ്, നല്ലൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്, അടിപൊളി സിനിമയാണ്. പടം കൊള്ളാം, ക്ലൈമാക്സ് കൊള്ളാം. ചെറിയ ലാഗ് ഉണ്ടായിരുന്നു അവിടെ തന്നെ. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല അതിൽ. ആ പേര് മാത്രമേ ഉള്ളൂ അതിൽ. ആ പേരിട്ട് ഒരു ബന്ധവുമില്ല. ആ കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല പടം, നല്ല പടം, കുഴപ്പമില്ലാത്ത പടം. സെക്കൻഡ് ഹാഫ് സൂപ്പർ, നന്നായിട്ടുണ്ട്. രാഷ്ട്രീയം എല്ലാവർക്കും തേക്കുന്നതാണോ? ഫാമിലി പിക്ചറാണ് കൂടുതലായിട്ടും വരുന്നത്, ഫാമിലി പിക്ചർ തന്നെയാണ്.